എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 8, 9, 10, 11, 12 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. നിമി നവയോഗി സംവാദം തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ധാതുപപ്ലവാസന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാദിനിധനകാലോഹി അവ്യക്തായ അപകർഷതി. സൃഷ്ടി സ്വരൂപം പറഞ്ഞ ശേഷം ഇതാ പ്രളയ സ്വരൂപത്തെയും വിവരിക്കുകയാണ്. ഉണ്ടായതൊക്കെയും നശിക്കുമെന്നത് പ്രകൃതി നിയമമാണ്. മഹാഭൂതങ്ങൾ ഉണ്ടായതായതുകൊണ്ട് കുറെ കാലം കഴിയുമ്പോൾ അവയും നശിക്കും. നാശം എന്ന് ഇവിടെ പറയുന്നതിന് ലയം എന്നർത്ഥം. ഒരു സാധനവും തീരെ ഇല്ലാതാകുന്നില്ല. കാര്യരൂപേണ ഇരിക്കുന്ന നിലവിട്ട് കാരണാവസ്ഥയെ പ്രാപിക്കുമ്പോൾ കാര്യം നശിച്ചു എന്ന് പറയുന്നു. ഒരു മൺകുടം ഉടഞ്ഞ് മണ്ണോട് ചേർന്നാൽ കുടം നശിച്ചു എന്നാണല്ലോ പറയാ. വാസ്തവത്തില് കുടം എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ്. മണ്ണിന് നാശം സംഭവിച്ചിട്ടുമില്ല. ഘടസ്വരൂപത്തിൽ ജനങ്ങൾക്ക് ഓരോ ആവശ്യത്തിനും ഉപയോഗിക്കത്തക്ക നിലയിൽ ഇരുന്ന രൂപത്തെയും നാമത്തെയും ഉപേക്ഷിച്ച് കാരണമായ മണ്ണായി തീർന്നപ്പോൾ ഘടം നശിച്ചു എന്ന് പറയുന്നത് സാധാരണയാണ്. അതുപോലെ മഹാഭൂതങ്ങളിൽ നിന്നുണ്ടായ ലോകം അതതിന്റെ നാമരൂപങ്ങളെ ഉപേക്ഷിച്ച് കാരണാവസ്ഥയെ പ്രാപിക്കും. ഇതിനെല്ലാം കാരണം സംഹാര സ്വരൂപനായ ഈശ്വരനാകുന്ന കാലം തന്നെ. കാലത്തിന് ആദിയില്ല, അവസാനവുമില്ല. പൃഥിവ്യാദി രൂപേണ കാണപ്പെടുന്ന പഞ്ചസ്ഥൂല ഭൂതങ്ങൾക്ക് ദ്രവ്യം എന്നു പേര്. ഗന്ധാദി രൂപേണ അനുഭവഗോചരമായി വരുന്ന സൂക്ഷ്മഭൂതങ്ങൾക്ക് ഗുണം എന്നു പേര്. സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഭൂതങ്ങളുടെ സമ്മേളനത്താൽ ഉണ്ടാകുന്ന ലോകം എല്ലാവർക്കും കാണാൻ സാധിക്കും. അത് വ്യക്തമാണ്. ഈ വ്യക്തമായ ലോകത്തിനും കാരണമായിരിക്കുന്ന പ്രകൃതിയെ ഇതുപോലെ സ്പഷ്ടമായിട്ട് അറിയാൻ കഴിയില്ല. വളരെ സൂക്ഷ്മമായിരിക്കുന്നതാകയാൽ മഹാന്മാരുടെ ബുദ്ധിക്ക് മാത്രമേ ഇത് വിഷയമായിട്ട് വരുന്നുള്ളൂ. അതിനാൽ അതിനെ അവ്യക്തം എന്ന് പറയുന്നു. വ്യക്തമായ ലോകം അവ്യക്തത്തിൽ നിന്നുണ്ടായതാകയാൽ ലോകം അവ്യക്തത്തിൽ ലയിക്കുന്നു. ഈ ലയത്തെ തന്നെ ആണ് നാശം എന്ന് പറയുന്നത്. ആദിയും അവസാനവും ഇല്ലാത്തതായ കാലം വ്യക്തമായിരിക്കുന്ന ലോകത്തെ അവ്യക്തത്തിലേക്ക് ആകർഷിക്കുന്നു. മഹാഭൂതങ്ങൾക്ക് നശിക്കാനുള്ള കാലം വരുമ്പോൾ ഇങ്ങനെ ലയത്തിനുള്ള അവസരമായി. ഈ ദേഹാദികളും അതുപോലെ കാലാനുസരണം നശിക്കുന്നത് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേഹാദികളെ വ്യഷ്ടികളെന്നും ലോകത്തെ സമഷ്ടി എന്നും പറഞ്ഞു വരുന്നു. വ്യഷ്ടി അല്പകാലവും സമഷ്ടി അധികകാലവും നിലനിൽക്കും എന്നേ വ്യത്യാസമുള്ളൂ. നാശം രണ്ടിനും തുല്യം തന്നെ. അതായത് സ്വർഗാദി സകല ലോകവും നശ്വരം, എല്ലാം നശിക്കും എന്നർത്ഥം. ശതവർഷാഹ്യനാവൃഷ്ടിർ ഭവിഷ്യത്യുൽബണാഭുവി തൽക്കാലോപചിതോഷ്ണോർക്കോ ലോകാൻ സ്ത്രീൻ പ്രതപിഷ്യതി. മഹാഭൂതങ്ങൾക്ക് നശിക്കാനുള്ള കാലം അടുക്കുമ്പോൾ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ലക്ഷണങ്ങളെയും ലയസ്വരൂപത്തെയും വിവരിക്കുകയാണ്. മിതമായ ശീതോഷ്ണസ്ഥിതിയെ അനുസരിച്ച് ലോകം നിലനിൽക്കുന്നു. കഠിനമായ തണുപ്പോ കഠിനമായ ചൂടോ ഉള്ള ദിക്കില് വസിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങള് സഹിക്കാൻ കഴിയാത്ത ശീതോഷ്ണ നിമിത്തം നശിച്ചു പോകാറുമുണ്ട്. അത് അനുഭവസിദ്ധാണല്ലോ. ആ രീതി അനുസരിച്ച് ലോകം നശിക്കാറാകുന്ന കാലത്ത് വളരെ കാലം മഴയില്ലാതെയായിട്ട് വരും. സൂര്യകിരണങ്ങളുടെ അസഹ്യ താപനിമിത്തം 3 ലോകവും ഒരു ശരണവുമില്ലാതെ വളരെ സങ്കടത്തിൽ അകപ്പെടും. പാതാളതലമാരഭ്യ സംഘർഷണമുഖാനല ദഹൻ ഊർധ്വശിഖോ വിശ്വഗ് വർദ്ധതേ വായുനേരിത. ഇങ്ങനെ അതിപ്രതാപത്തോടെ ജ്വലിക്കുന്ന സൂര്യകിരണത്താൽ ഭൂലോകം മാത്രമല്ല പാതാള ലോകത്തിലും അതിഭയങ്കര ചൂടായിരിക്കും. അപ്പോ ആദിശേഷന്റെ മുഖത്തിൽ നിന്ന് വിഷാഗ്നി ഉജ്ജ്വലിക്കുന്നു. അഗ്നി പുറപ്പെടുമ്പോ
വായുവും കൂടി ചേരുന്നത് സാധാരണ ആണല്ലോ. വായുവിന്റെ സഹായത്താൽ വിഷവന്നി പാതാളം മുതൽക്കുള്ള സർവഭാഗങ്ങളെയും തപിപ്പിച്ചുകൊണ്ട് മേൽപോട്ട് ഉയർന്നു വരുന്നു. ഇങ്ങനെ മേൽഭാഗത്തിൽ നിന്ന് കീഴ്പോട്ടേക്ക് സൂര്യകിരണങ്ങളും പാതാളത്തിൽ നിന്ന് മേൽപോട്ടേക്ക് ആദിശേഷമുഖത്തിൽ നിന്ന് പുറപ്പെട്ട വിഷാഗ്നിയും ഒരുമിച്ച് ചേർന്ന് മേലും കീഴും ഒരുപോലെ ദഹിപ്പിക്കുന്നു. സാംവർത്തകോ മേഘഗണോ വർഷതി സ്മ ശതം സമാ ധാരാഭിർഹസ്തിഹസ്താഭി ലീയതേ സലിലേ വിരാട്. അങ്ങനെ 100 സംവത്സരം ഒരുപോലെ സൂര്യോഷ്ണം കൊണ്ട് ലോകം ദഹിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രളയകാലത്തെ ഉണ്ടാക്കി തീർക്കുന്ന മേഘസമൂഹം ആനയുടെ തുമ്പിക്കൈ പോലെ അത്ര വലുതായിരിക്കുന്ന ധാരകൾ കൊണ്ട് 100 കൊല്ലം ഒരുപോലെ വർഷിക്കുന്നു. അപ്പോ ബ്രഹ്മാണ്ടം വെള്ളത്തിൽ ലയിക്കുന്നു. തതോ വിരാജമുത്സൃജ്യ വൈരാജ പുരുഷോ നൃപ അവ്യക്തം വിശതേ സൂക്ഷ്മം നിരിന്ധനൈവാനല. അല്ലയോ രാജാവേ, ബ്രഹ്മാണ്ടാത്മകമായ ഉപാധി ജലത്തിൽ ലയിക്കുകയാൽ സമഷ്ടി ജീവരൂപനായും ലോകസൃഷ്ടിയാകുന്ന അധികാരത്തോടും ഹിരണ്യഗർഭൻ എന്ന പേരോടുകൂടിയും ഇരിക്കുന്ന ബ്രഹ്മാവ് അവ്യക്തത്തെ പ്രാപിക്കുന്നു. ഓരോ അധികാരത്തെ നിർവഹിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ആ അധികാരം നടത്തേണ്ട കാലം കഴിയുന്നത് വരെ മാത്രമേ ഇരിക്കേണ്ടതായ ആവശ്യമുള്ളൂ. ഇത് സർവ്വസാധാരണമായ ന്യായമാണ്. ഈ ന്യായപ്രകാരം വൈരാജൻ എന്ന ശബ്ദത്താൽ പറയപ്പെടുവാൻ യോഗ്യനായ ബ്രഹ്മാവിന് ജ്ഞാനപരിപൂർത്തിയും ജ്ഞാനസ്വരൂപതയും സിദ്ധിക്കുകയും വിരാട്ടിന്റെ നാശം ഹേതുവാൽ അധികാരം കഴിയുകയും ചെയ്യുകയാൽ തന്റെ ലോകത്തിൽ വസിക്കുന്ന ജ്ഞാനികളോടുകൂടി അവ്യക്തം എന്ന ശബ്ദത്താൽ ഇവിടെ പറയപ്പെടുന്ന ആ ബ്രഹ്മത്തിൽ ലയിക്കുന്നത് ബ്രഹ്മാവിന് മോക്ഷമാണ്. അവ്യക്തം എന്ന് പറയുന്നത് ബ്രഹ്മാവ് ആ ബ്രഹ്മത്തിൽ തന്നെ അങ്ങോട്ട് ലയിക്കുക, അതായത് ബ്രഹ്മാവിന് മോക്ഷം കിട്ടും. ബ്രഹ്മാവിനും നാശമുണ്ട്, നാശം എന്നല്ല ഇവിടെ പറയണത്, എന്തായാലും ആ ബ്രഹ്മാവും ഇല്ലാതെയാവും, ഭഗവാനിൽ ലയിക്കും എന്നർത്ഥം. അന്യന്മാരായ ജീവന്മാര് അജ്ഞന്മാര് സൂക്ഷ്മദേഹരൂപമായ ഉപാധിയുടെ നാശം ഭവിക്കാത്തതിനാൽ സൂക്ഷ്മം എന്ന ശബ്ദത്താൽ പറയപ്പെടുവാൻ യോഗ്യമായ പ്രകൃതിയിൽ ലയിക്കുന്നു. മറ്റുള്ള ജീവന്മാരൊക്കെ ആ പ്രകൃതിയിൽ ലയിക്കുകയാണ്. അവർക്ക് ഇനിയും ഉൽപ്പത്തിയുണ്ട്. അഗ്നിക്ക് പ്രകാശിക്കാൻ ഉപാധിയായിരിക്കുന്ന വിറക് മുഴുവനും നശിച്ചാലും ജ്വാലാരൂപേണ സ്ഥിതി ചെയ്യുന്നു. സ്വരൂപത്തോടു കൂടിയ നാശം അഗ്നിക്ക് ഇല്ല. ഉപാധിയെ ആശ്രയിച്ചിട്ടുള്ള പ്രകാശം ഉപാധി ഉള്ളപ്പോ മാത്രമേ ഉള്ളൂ. അതുപോലെ വിരാട് എന്ന് പറയപ്പെടുന്ന പ്രപഞ്ചം നശിച്ചാൽ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ബ്രഹ്മാവിനും നാശം ഭവിക്കുന്നു. പക്ഷെ അത് നാശമല്ല, അത് തന്നെ ബ്രഹ്മാവിന്റെ മോക്ഷം. വിറക് തീരെ നശിക്കാതിരിക്കുമ്പോ അഗ്നിയും നശിക്കാതെ ഉപാധിദ്വാര പ്രകാശിക്കുന്നത് പോലെ സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധി നശിക്കാത്തതിനാൽ ജീവന്മാർക്കും നാശമില്ല. സൂക്ഷ്മ ശരീരദ്വാര സ്ഥൂല ശരീരത്തെ വീണ്ടും എടുത്ത് ഇനിയും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. വിവിധ നാമരൂപങ്ങളോടുകൂടി വിരാജിക്കുന്ന, അതായത് ശോഭിക്കുന്ന ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ഹേതുവാൽ ബ്രഹ്മാണ്ടത്തിന് വിരാട് എന്നും അതിന്റെ കർത്താവായ ബ്രഹ്മാവിന് വൈരാജ പുരുഷൻ എന്നും പേര്. വിരാട്ട് സമഷ്ടി ശരീരവും വൈരാജൻ സമഷ്ടി പുരുഷനുമാണെന്നും മനസ്സിലാക്കണം. അങ്ങനെ സ്ഥൂല ലോകനാശം പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.